ഇന്നൊരു നിൽക്കാത്ത മഴയുണ്ടോ. സംഭവം വീട്ടിലും കുറച്ച് സങ്കടമുണ്ടേ. കാരണം എന്താ വെച്ചാൽ ഇന്ന് എൻ്റെ ബ്രദർ തിരിച്ചതാ ജർമ്മനിക്ക് തന്നെ പോവാൻ കേട്ടോ. ഇവിടെ ഒന്നും ആരും ഉണ്ടാവില്ല. കാരണം ഒരാൾ പോവുകയാണെന്ന് പറഞ്ഞാലേ എല്ലാവരും അടുക്കളയിലാണല്ലോ. കാരണം പോകുന്നവർക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അത് നമുക്കൊരു സന്തോഷമാണ്. കൊണ്ടുപോകണം ഓർക്കും തന്നെ അത് റാഹത്താണ് അല്ലേ. ഇതാണ് കേട്ടോ ബ്രദറും വൈഫും അങ്ങോട്ട് തെക്കും വടക്കും ഒക്കെ നോക്കി നടക്കുകയാണ്. ഞമ്മക്ക് എന്ത് ചെയ്യുക, അടുക്കളയിൽ പോവാം. ഇത് ബത്തലച്ചാറ്. നിങ്ങളവിടെ ബത്തലിന് എന്താ പറയാന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ സംഭവം ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കഴിക്കണേ. സംഭവം നല്ല ടേസ്റ്റും ഉണ്ട്. ഇവിടെ അടുത്തുള്ള താത്തയുണ്ടോ ഇത് ഉണ്ടാക്കിയിരിക്കണത്. ഇത് മാത്രമല്ല, മീനച്ചാറുണ്ട്, ബീഫ് അച്ചാറുണ്ട്. പക്ഷെ എനിക്കൊന്നും കൂടി ടേസ്റ്റ് തോന്നിയത് ബത്തലച്ചാറാണേ. മീൻ നമ്മളെ സൂതമീൻ ഉണ്ടല്ലോ, അതിട്ടാണ് കേട്ടോ അച്ചാറുണ്ടാക്കിയത്. ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ടേസ്റ്റ് വെക്കാൻ വേണ്ടി ചോദിച്ചു. അത് ചോദിച്ചത് മാത്രം ഓർമ്മയുള്ളൂ. ആ പാത്രത്തേക്ക് പിന്നെ പല പല കൈകൾ അങ്ങോട്ട് വരുന്നതുണ്ടോ. ഇനി എരു മാത്രമല്ല കേട്ടോ, കുറച്ച് മധുരമുണ്ട്. കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ. ഇത് ഓനക്ക് കൊണ്ടുപോകാനാണ് കേട്ടോ. ഇത് ഓൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാനാണേ. നാട്ടിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ കാത്തിരിക്കാണ്ടാവുമല്ലോ. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, അവർക്കൊക്കെ ഒരു പ്രതീക്ഷയാണല്ലോ. പിന്നെ എന്നോട് ആരും അങ്ങനെ വലിയ മധുരം കഴിക്കാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ ഒരു ചെറു മധുരത്തിലാണ് കേട്ടോ ഉണ്ടാക്കിക്കണത്. അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ. പിന്നെ ഈ ഉണ്ണിയപ്പം നെയ്യപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞേക്കാം. കാരണം എന്നാലേ ഇതൊന്നും എന്തേ ഉള്ളൂ, ഒരു പെർഫെക്റ്റ് ആയിക്കാണ്ട് എന്ത് ചെയ്യുക നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് മാത്രമല്ല, നമ്മളെ മെയിൻ കോഴ്സായി കണ്ടുള്ള പത്തിരി ഇറച്ചിയുണ്ട്. ഇതില്ലാതെ ഒരു മലയാളിക്കൊരു യാത്ര ഇല്ലല്ലോ. പിന്നെ ഇതങ്ങണ്ട് കൊയ്ക്കലും പരത്തലും ചുടലൊക്കെ തന്നെ ചെയ്യുന്നുട്ടാ. പിന്നെ ഇതിലിൻ്റെ ഒരു കൈ ഉണ്ട് കേട്ടാ. നമ്മളും ഉരുളുണ്ടാക്കാനും അമർത്താനും ചേർത്താനൊക്കെ ഒന്ന് സഹായിച്ചിരിക്കണേ. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ബീഫ് നല്ലോണം ഇതൊക്കെ ഇടുന്നിങ്ങനെ മൊരയുണ്ട്. ഒക്കെയാണ് കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത സെക്ഷൻ പാക്കിങ് നല്ല കൃത്യതയോടെ ചെയ്യണം. ഇല്ലെങ്കിൽ അത് പണി വാളുമെന്ന് നമുക്ക് നല്ലോണം അറിയാം. ഇതൊക്കെ ഓനക്കല്ലേ, അമ്മക്കിവിടെ ബിരിയാണി ഉണ്ട്, നമുക്കതുകൊണ്ട് റാഹത്താണ്. ഇനി ഇതാ അടുത്ത സെക്ഷൻ പെട്ടി കെട്ടൽ. എനിക്കൊട്ടും എക്സ്പേർട്ട് അല്ലാത്ത കാര്യമാണ് ഈ പെട്ടി കെട്ടൽ. ഇതിൽ തൂക്കം കൂടിയിട്ടും കുറഞ്ഞിട്ടും ഒന്ന് അങ്ങോട്ട് വെച്ചിട്ടും ഒന്ന് ഇങ്ങോട്ട് വെച്ചിട്ടും ഇവരെന്തൊക്കെയോ കാട്ടുന്നുണ്ട്. ഞമ്മക്ക് ഇതിനെ പറ്റി വല്ലാതൊന്നും അറിയാത്തതുകൊണ്ട് അമ്മക്ക് നോക്കിക്കാം. നമ്മളപ്പോൾ ദാ പപ്പി നോക്കിക്കണ്ടേ എന്തെങ്കിലും ഞാൻ തിരിച്ചിങ്ങോട്ട് വെക്കുമോന്നേ. പക്ഷെ ഓനിട്ട് വിട്ട് തരണ്ടേ. ഓനിതെല്ലാം ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുപോകും എന്നുള്ള മട്ടിലായിരുന്നു ഓന്. ഒരു പെട്ടി തുറക്കണ ആവേശം തന്നെയായിരുന്നു കേട്ടോ. ഈ പെട്ടി കെട്ടാനോ സംഭവം ഈ കസിൻസ് എല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാട്ടുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെ ഉണ്ടാവും. അതൊരു വൈബ് തന്നെയാണെന്ന് പറയാം. ഇതിങ്ങനെ കെട്ടി വരുമ്പോഴത്തേനേ ഓൻ്റെ വൈഫിൻ്റെ മുഖമൊക്കെ മാറിക്കാണ്ട് ആളൊരു കരയാനുള്ള പരുവത്ത് കഴിയുന്നിട്ടാ. അങ്ങനെ ലാസ്റ്റ് നമ്മളെന്ത് ചെയ്ത് ഓനെ പെട്ടിയും കെട്ടി ഓൻ അങ്ങോട്ട് പറഞ്ഞയച്ച്. പോകുമ്പോഴത്തെ വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഒന്നും അല്ലേന്ന് എനിക്കുണ്ടായിരുന്നത്. കാരണം ഒരാൾ പോവാറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ നല്ല വിഷമമുള്ള കാര്യമാണല്ലോ. അപ്പോൾ നമ്മളെ കുട്ടിക്കുറുമ്പന്മാർ ഓരോ പണി ഒപ്പിച്ച് കണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഒരു 11:30 ആയപ്പോൾ ഓൻ ഇറങ്ങി. ഓനക്ക് ഇനി 3 മണിക്കൊക്കെ കേട്ടോ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഇനി ഇവരൊക്കെ ഒരു തലേ ഉറക്കിയിട്ട് വേണം ഞമ്മക്കൊന്ന് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഓക്കെ, ബൈ.